ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ബ്രെഡും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചായയുടെ കൂടെ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീഡിയോയിൽ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ചേർക്കരുത്, കുറച്ച് സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് തണുപ്പുള്ള ബട്ടർ എടുക്കരുത്. കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ പുറത്ത് വെച്ച് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷമുള്ള ബട്ടർ എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിത് ഗാർലിക് ബ്രെഡാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിലോ ബണ്ണിലോ ഇത് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 ബ്രെഡ് ഫുൾ പീസായിട്ട് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഈ ഒരു ബ്രെഡിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ലെയർ, അതായത് ഒരു പീസ് ബ്രെഡ് കടിക്കുമ്പോൾ ഈ എല്ലാ ഫില്ലിങ്ങും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്ലൈസസും നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ മൊസറല്ല ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, മേളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡിലും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മൂടി തുറന്നു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവൺ ഉണ്ടെങ്കിൽ ഓവണിലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ സ്പ്രെഡ് ചെയ്ത് വെച്ച ഈ ബ്രെഡിൻ്റെ പീസസ് എല്ലാം ഇതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് നമ്മുടെ സിംപ്ലി കേളിയിൽ. ആ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഇങ്ങനെ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന 100 പേരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി ഒരു 8 മിനിറ്റ് നമുക്ക് ഇതുപോലൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡ് അത്യാവശ്യം നല്ലപോലെ ക്രിസ്പി ആവും. അതുപോലെ തന്നെ ചീസൊക്കെ മെൽറ്റായിട്ട് ആ ബട്ടറൊക്കെ ബ്രെഡിൽ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ചീസ് ബ്രെഡിനെക്കാളും ഗാർലിക് ചീസ് ബ്രെഡിനെക്കാളും ഒരുപാട് ടേസ്റ്റ് കൂടിയൊരു റെസിപ്പിയാണ്. അത് മാത്രമല്ല നമ്മൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamu alaikum. Assalamu alaikum.